2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി. 2022 കോമൺവെൽത്ത് ഗെയിംസ് വേദി ബർമിംഗ്ഹാം. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തർ. 2022 ഫുട്ബോൾ ലോകകപ്പ് വേദി ഖത്തർ. 2024 യൂറോ കപ്പ് വേദി ജർമ്മനി. 2024 യൂറോ കപ്പ് വേദി ജർമ്മനി. 2026 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി US, കാനഡ, മെക്സിക്കോ. US, കാനഡ, മെക്സിക്കോ. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ്. ഇപ്പോഴത്തെ RBI ഗവർണർ ശക്തികാന്ത ദാസ്. 2020 സ്വാതി പുരസ്കാര ജേതാവ്. 2020 സ്വാതി പുരസ്കാര ജേതാവ് ഡോക്ടർ കെ ഓമനക്കുട്ടി. 2022 ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2022 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആലപ്പി രംഗനാഥ്. അവാനി ലഖേര എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ പാരാലിമ്പ്യൻ ആൻഡ് റൈഫിൾ ഷൂട്ടർ ഇന്ത്യൻ പാരാലിമ്പ്യൻ അവാനി ലഖേര. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് എല്ലാവർക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ് സംവിധാനം കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർലിങ്കിൻ്റെ ലക്ഷ്യം. സ്റ്റാർലിങ്ക് ആരംഭിച്ച കമ്പനി ഏതാണ്? സ്പേസ് എക്സ് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇൻ്റർനെറ്റ് സൗകര്യം നൽകുക. ജെയിംസ് വെബ് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ജെയിംസ് വെബ് ടെലസ്കോപ്പ് വിക്ഷേപിച്ച ദിവസം 2021 ഡിസംബർ 25. 2021 ഡിസംബർ 25. 2020 കേരള കലോത്സവ വേദി. 2020 കേരള കലോത്സവ വേദി കാഞ്ഞങ്ങാട്. 2020 കേരള കലോത്സവ വേദി കാഞ്ഞങ്ങാട്. 2022 റിപ്പബ്ലിക് ഡേ മികച്ച ടാബ്ലോ. 2022 റിപ്പബ്ലിക് ഡേ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുത്തത് ഉത്തർപ്രദേശ്. UPയുടെ ഉത്തർപ്രദേശ്. കേരളത്തിൽ നിന്ന് അവസാനമായി GI ടാഗ് കിട്ടിയ ഉൽപ്പന്നം. കേരളത്തിൽ നിന്ന് അവസാനമായി GI ടാഗ് പദവി കിട്ടിയ ഉൽപ്പന്നം ഏതാണ്? തിരൂർ വെറ്റില. ആശ്വാസ കിരണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു മുഴുവൻ സമയ പരിചാരകൻ്റെ സേവനം ആവശ്യമാം വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം. ഇങ്ങനെയുള്ളവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണെന്ത്? ആശ്വാസ കിരണം. ഗ്രാമീണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുക, ഔഷധവിള കൃഷി, വിപണനം എന്നിവ വ്യാപിപ്പിക്കുന്നതിന് ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക എന്നിവയാണ് ഗ്രാമീണം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഗ്രാമീണം പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. സ്നേഹസ്പർശം പദ്ധതി എന്താണ്? സ്നേഹസ്പർശം പദ്ധതി ചൂഷണത്തിന് വിധേയരായി അവിവാഹിതാവസ്ഥയിൽ അമ്മമാരാകുന്നവർ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു. ഇത്തരക്കാർക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണെന്ത്? സ്നേഹസ്പർശം. പ്രതിമാസം 1000 രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നത്. അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്നേഹസ്പർശം. അടുത്ത് അൺഗാർഡഡ് ആരുടെ ആത്മകഥയാണ്? മിതാലി രാജിൻ്റെ ആത്മകഥയാണ് അൺഗാർഡഡ്. ISROയുടെ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1. ISROയുടെ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1. എന്തായിരുന്നു? ഗഗൻയാൻ. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയാണ്. ISROയുടെ ബഹിരാകാശ പദ്ധതിയാണ്
എന്താണ്? ബഹിരാകാശത്തേക്ക് ഇന്ത്യക്കാരെ അയക്കുന്ന പദ്ധതിയാണ് എന്ത്? ഗഗൻയാൻ. അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരാണ് വ്യോമമിത്ര. കൊറോണയെ തുടർന്ന് ഇന്ത്യയൊട്ടാകെ ജനതാ കർഫ്യൂ പ്രഖ്യാപിച്ചത് എന്ന്? 2020 മാർച്ച് 22. കോവിഡ് വകഭേദമായ ഗാമ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രസീൽ. ഒമിക്രോൺ സൗത്ത് ആഫ്രിക്ക. അടുത്ത 2022 വിന്റർ ഒളിമ്പിക്സ് വേദി ബെയ്ജിംഗ്. 2026 മിലാൻ. അടുത്ത ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥ്. ഉക്രൈനിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിച്ച ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ ഗംഗ. യുദ്ധസമയത്ത് ഉക്രൈനിലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ, കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ, കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ എവിടെയാണ്? പുളിങ്കുടി ആഴിമല, വിഴിഞ്ഞത്താണ് സ്ഥലത്തിൻ്റെ പേര്. പുളിങ്കുടി ആഴിമല. എവിടെയാണത്? തിരുവനന്തപുരം. VP മേനോൻ, ദ അൺസങ് ആർക്കിടെക്റ്റ് ഓഫ് മോഡേൺ ഇന്ത്യ. എന്ന പുസ്തകം രചിച്ചതാര്? നാരായണി ബസു. തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന പുസ്തകം രചിച്ചതാര്? നമിത ഗോഖലെ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഹൃദയരാഗങ്ങൾ രചിച്ചത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഹൃദയരാഗങ്ങൾ രചിച്ചതാര്? ആരാണ്? ജോർജ് ഓണക്കൂർ. രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പുതിയ പേര്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പുതിയ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള മിനിമം പ്രായം സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിൽ 17 വയസ്സിന് താഴെ, കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ 21 വയസ്സിന് താഴെ. അപ്പോൾ മിനിമം പ്രായം എത്രയാണ്? 17. മിനിമം 17, മാക്സിമം 21. അപ്പോൾ 17 വയസ്സിന് താഴെയുള്ള എത്ര പേർക്ക് വേണമെങ്കിലും അതിൽ പങ്കെടുക്കാം. അപ്പോൾ പ്രായം എത്ര വേണം? മാക്സിമം എത്ര പോകാൻ പറ്റുള്ളൂ? 21 വയസ്സ് മാത്രമേ പോകാൻ പറ്റുള്ളൂ. 17 വയസ്സിലുള്ള താഴെയുള്ള പിള്ളേർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഇവിടെ ഈ മിനിമം എന്നുള്ളത് മാറ്റിയിട്ട് മാക്സിമം എന്നാക്കി മാറ്റുക കേട്ടോ. മാക്സിമം. അപ്പോൾ പങ്കെടുക്കാൻ പറ്റിയ പരമാവധി പ്രായം എത്രയാണ്? 21. അതാ ചോദിക്കുള്ളൂ. 21. മിനിമം നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. 17 താഴെയുള്ള എത്ര വയസ്സ് വേണമെങ്കിലും അതിൽ വരാമല്ലോ. അപ്പോൾ മാക്സിമം പ്രായം എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 21. 2022 14ാമത് ബ്രിക്സ് സമ്മേളന വേദി. 2022 14ാമത് ബ്രിക്സ് സമ്മേളന വേദി ചൈന. വെർച്വൽ മീറ്റിംഗ് ആണ് നടക്കുന്നത്. 2022 14ാമത് ബ്രിക്സ് സമ്മേളന വേദി ചൈന. ബ്രിക്സ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. 2020 ജൂലൈ 24 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ കോളേജ്. 2020 ജൂലൈ 24 കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച മെഡിക്കൽ കോളേജ് കോന്നി, പത്തനംതിട്ട. 2022 ഖത്തർ ലോകകപ്പിന് ഉപയോഗിക്കുന്ന പന്തിൻ്റെ പേരെന്ത്? എന്തായിരുന്നു പേര്? അൽ റിഹില. 2022 ഫുട്ബോൾ ലോകകപ്പ് എവിടെയാണ് വേദി? ഖത്തർ. അടുത്ത 93ാമത് ഓസ്കാർ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയായിരുന്നു? ഏതാണ്? നൊമാദ്ലാൻഡ്. അടുത്ത ലതാ മങ്കേഷ്കറുടെ ശരിയായ പേര് എന്ത്? ഹേമ മങ്കേഷ്കർ. എന്താണ് പേര്? ഹേമ മങ്കേഷ്കർ. അടുത്ത ആസാദി കാ അമൃത മഹോത്സവ് എത്ര ദിവസം നീണ്ടുനിന്ന പരിപാടിയായിരുന്നു? ആസാദി കാ അമൃത മഹോത്സവ് എത്ര ദിവസം നീണ്ടുനിന്ന പരിപാടിയായിരുന്നു? 75 ആഴ്ച. എത്രയാണ്? 75 ആഴ്ച. അടുത്ത
ഇന്ത്യൻ നാവികസേനയുടെ നേവൽ ചീഫ് ആരാണ്? ഇന്ത്യയുടെ നേവൽ ചീഫ് ആരാണ്? അഡ്മിറൽ ആർ ഹരികുമാർ. മലയാളിയാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അഡ്മിറൽ ആർ ഹരികുമാർ. അടുത്ത 2022 ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസോ ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ദാമോദർ മൗസോ 2022 ജ്ഞാനപീഠ ജേതാവ് ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഏതാണ് ഭാഷ? കൊങ്ങിണി. ഏതാണ്? കൊങ്ങിണി. അടുത്ത മണികാ ബത്ര ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണികാ ബത്ര ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ടേബിൾ ടെന്നീസ്. ഏതാണ്? ടേബിൾ ടെന്നീസ്. അടുത്ത കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആര്? കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആര്? ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്ത ഇന്റർനാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്റർനാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. അടുത്ത ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച് നീതിയുടെ ധീരസഞ്ചാരം എന്ന കൃതി രചിച്ചത് ആര്? അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കുക, നീതിയുടെ ധീരസഞ്ചാരം ആരെക്കുറിച്ച് എഴുതിയതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ച്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. പുസ്തകം എഴുതിയത് ആരാണ്? കെ ടി അഷറഫ്. കെ ടി അഷറഫ്. താഴെ പറയുന്നവയിൽ ഓട്ട് കമ്പനി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന സ്ഥലങ്ങൾ: കൊല്ലം, ഒല്ലൂര്, ഫറോക്ക്. ഏതില്ല? ആലപ്പുഴ ഇല്ല. ആലപ്പുഴ എന്തിനായിരുന്നു? വെളിച്ചെണ്ണയ്ക്കായിരുന്നു. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ആലപ്പുഴയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ഒറ്റപ്പാലത്ത് നിന്നല്ല. എവിടെ നിന്നാണ്? ഷൊർണൂരിൽ നിന്നാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ആദ്യ പത്രാധിപർ ആരായിരുന്നു? EMS ആയിരുന്നു. അപ്പോൾ ശരിയായ പ്രസ്താവന ബി ഓൺലി. ബി മാത്രം ശരി. അടുത്ത താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നിവർത്തന പ്രക്ഷോഭം 1936 ആരംഭിച്ചു. തെറ്റാണ്. 1932 നിവർത്തന എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുജനം എന്നുള്ളതാണ്. അതല്ല, വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നിവർത്തന എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: പിതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശമാണ് മരുമക്കത്തായം. ഇപ്പം തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. മാതാവ് വഴിയുള്ള പിന്തുടർച്ച അവകാശമാണ് മരുമക്കത്തായം. അപ്പോൾ എ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ തെറ്റായ പ്രസ്താവനയെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ എന്നുള്ളത് നമ്മളവിടെ എഴുതി വയ്ക്കണം. ഇനി ബി ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. മരുമക്കത്തായം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ആയിരുന്നു. അല്ല, റാണി സേതുലക്ഷ്മി ബായ് ആണ് അവസാനിപ്പിച്ചത്? മരുമക്കത്തായം അവസാനിപ്പിച്ചത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബിയും തെറ്റാണ്. അപ്പോൾ എ ആൻഡ് ബി ആണ് ഉത്തരമായിട്ട് വരിക. കാരണം ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും തെറ്റാണ്. അടുത്ത TL സ്ട്രെയിഞ്ച് കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തായിരുന്നു? മാപ്പിള കലാപം അല്ലെങ്കിൽ ലഹള അല്ലെങ്കിൽ മലബാർ കലാപം, മലബാർ ലഹള. ഓരോരുത്തർ അവരുടെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് TL സ്ട്രെയിഞ്ച് കമ്മീഷൻ. അടുത്ത വിട്ട ഭാഗം പൂരിപ്പിക്കുക. വസ്തുവകകൾ തിരുവിതാംകൂറിൽ 4 തരംതിരിച്ചിരിക്കുന്നു: ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരം വക. ആര് വകയാണ്? പണ്ടാരം വക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മലബാർ കുടിയാന്മ നിയമം പാസാക്കിയ വർഷം. ഇതൊരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. 1929. 1929. അടുത്ത തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചത്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂരിലായിരുന്നു. ശരിയാണ്. അപ്പോൾ എ എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഇനി ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്ന വർഷം 1932 അല്ല, തെറ്റാണ്. അപ്പോൾ 1936 ഇലക്ട്രിസിറ്റി സമരം. 1932 എന്തായിരുന്നു? നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ബി ഓൺലി, ബി മാത്രം എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ കേരള കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു. ശരിയാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്ന ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. 1920 നാഗ്പൂർ സമ്മേളന പ്രമേയ പ്രകാരമാണ് ഇങ്ങനെയൊരു സമ്മേളനം നടന്നത്. അതും വളരെ ശരിയാണ്.
അടുത്ത ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹ നേതാവ് ആരാണ്? ടി കെ മാധവൻ. ടി കെ മാധവൻ. ടി കെ മാധവൻ. അടുത്ത ഒന്നാം പഴശ്ശി വിപ്ലവം കാലഘട്ടം രണ്ടും ചോദിക്കും. ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1793 to 97 ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം. രണ്ടാമത്തത് 1800 to 1805. അപ്പോൾ ഒന്നും രണ്ടും പഠിച്ചു വയ്ക്കുക. ഒന്ന് 1793 to 97, 2 1800 to 1805. അടുത്ത തിരുവിതാംകൂർ മോഡൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ മോഡൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യം. എന്തായിരുന്നു? ആരോഗ്യം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ആരോഗ്യം. അടുത്ത കേരള മോഡൽ വികസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരള മോഡൽ വികസനത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തായിരുന്നു കേരള മോഡൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രത്യേകത? കുറഞ്ഞ ആളോഹരി വരുമാനവും ഉയർന്ന ജീവിത നിലവാരവും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറഞ്ഞ ആളോഹരി വരുമാനം. എല്ലാവരുടെ കയ്യിലും പൈസ കുറവായിരിക്കും, പക്ഷെ ജീവിത നിലവാരം എന്താണ്? വളരെ കൂടുതലാണ്. അടുത്ത തിരുക്കൊച്ചി ലയനം നടന്നത് 1949 ജൂലൈ 1. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1949 ജൂലൈ 1. അടുത്ത ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം എത്ര കേന്ദ്രഭരണ പ്രദേശവും എത്ര സംസ്ഥാനങ്ങളാണ് ആദ്യം നിലവിൽ വന്നത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും. 14 സംസ്ഥാനവും 6 കേന്ദ്രഭരണ പ്രദേശവും. അടുത്ത ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. അടുത്ത കേരളത്തിൻ്റെ ഝാൻസി റാണി എല്ലാവർക്കും അറിയാറാണ്. അക്കാമ ചെറിയാൻ. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അടുത്ത PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ ആണ് എന്ത് സ്ഥാപിച്ചത്? PRDS സ്ഥാപിച്ചത്. അടുത്ത ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത്? ദി ഹിസ്റ്ററി ഓഫ് കേരള ആരാണ് രചിച്ചത്? സർദാർ KM പണിക്കർ. കൈരളിയുടെ കഥ N കൃഷ്ണപിള്ള. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. അതായത് തന്നിരിക്കുന്ന ജോഡി തെറ്റാണ്. കേരള സിംഹം ആരാണ്? അതും സർദാർ KM പണിക്കരാണ്. അതും തന്നിരിക്കുന്ന ജോഡി തെറ്റാണ്. അതിൽ ശരിയായത് ഉലക്ക എന്നുള്ളതാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി P കേശവദേവ് രചിച്ച കൃതിയാണ് എന്ത്? ഉലക്ക. വാസ്കോഡ ഗാമ കേരളത്തിൽ എത്തിയതെന്ന്, ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയതെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അദ്ദേഹം ഒരുപാട് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. എപ്പോഴാണ്? 1498 മെയ് 20. ഏത് കാറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം വന്നത്? വെരി ഗുഡ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നമ്മളുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് എന്താ പറയാ? കാലവർഷം. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെ? പുതുപ്പണം കോട്ട. എവിടെയാണ് പുതുപ്പണം കോട്ട? വടകര. ഓക്കെ. അടുത്ത കുളച്ചിൽ യുദ്ധം നടന്ന വർഷം മാസം ദിവസം. വർഷം മാത്രം ചിലവർ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല, അങ്ങനെ എഴുതിയൊരു മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ചോദിച്ച വർഷം മാസം ദിവസമാണ്. ഏതാണ്? 1741 ഓഗസ്റ്റ് 10. ആരൊക്കെ തമ്മിലാണ് കുളച്ചിൽ യുദ്ധം നടന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. തിരുവിതാംകൂറും ഡച്ചുകാരും. ആരാണ് യുദ്ധത്തിൽ ജയിച്ചത്? മാർത്താണ്ഡവർമ്മ. ഓക്കെ. അടുത്തത് വലിയ കപ്പിത്താൻ. അതിൽ പരാജയപ്പെട്ട കപ്പിത്താനെ മാർത്താണ്ഡവർമ്മ കപ്പിത്താനാക്കി മാറ്റിയിട്ട് സൈന്യം പാശ്ചാത്യവൽക്കരിച്ചു. കപ്പിത്താന്റെ പേര് ഡിലനോയ്. വെരി ഗുഡ്, ഡിലനോയ്. ഓക്കെ. കർണാട്ടിക് യുദ്ധങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരെല്ലാം തമ്മിലാണ്? ആരൊക്കെ തമ്മിലാണ് കർണാട്ടിക് യുദ്ധം നടന്നത്? ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും.
ഇന്ത്യയില് ഫ്രഞ്ച് ഭരണം അവസാനിക്കാൻ കാരണം ഏതാന്ന് ചോദിക്കും. കർണാട്ടിക് യുദ്ധങ്ങളാണ്. കർണാട്ടിക് യുദ്ധങ്ങളാണ്. എത്ര കർണാട്ടിക് യുദ്ധം നടന്നിട്ടുണ്ട്? പറയാ, എത്ര കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? 3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ഹിസ്റ്ററി ഓഫ് കേരള എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? നമ്മൾ വേറെ വല്ലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഫസൽ അലി കമ്മീഷൻ. ഏതെങ്കിലും കമ്മീഷൻ? ഫസൽ അലി കമ്മീഷനിലെ അംഗമായ വ്യക്തിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ. ആരൊക്കെയാണ് 3 ആൾക്കാര്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കരും രാജ്യസഭയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ആര്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ പഴശ്ശിരാജയെ കുറിച്ച് വല്ല പുസ്തകം എഴുതിയിട്ടുണ്ടോ? കേരള സിംഹം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. നമ്മള് ടെലഗ്രാമിൽ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് കാണാം. അല്ലെങ്കിൽ ഇപ്പൊ എഴുതാൻ പറ്റാത്തവര് കേട്ടോ. ഇപ്പൊ എഴുതണം നിർബന്ധമൊന്നുമില്ല. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം? ആറ്റിങ്ങൽ കലാപം 1721. ശ്രദ്ധിക്കുക, ഈ കലാപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു വെക്കണം. ഈ പറയാൻ പോണത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. കഴിഞ്ഞ എക്സാമിന് പ്രിലിംസിന് ചോദിച്ചാണ്. ശ്രദ്ധിച്ചിരിക്കുക, പെട്ടെന്ന് ഉത്തരം പറയാ. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ കലാപമൊക്കെ നടക്കുന്ന സമയത്ത് പഞ്ചിതങ്ങ് കലാപമായാലും ആറ്റിങ്ങൽ കലാപമായാലും ഏത് കലാപമായാലും അടിച്ചമർത്താൻ വേണ്ടി പോലീസിനെ റിക്രൂട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരുന്നു? പറയാ, അടിച്ചമർത്താൻ വേണ്ടി പോലീസ് വേണല്ലോ. എവിടെ നിന്നാണ്? തലശ്ശേരിന്ന്. നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണേ. മലബാർ. തലശ്ശേരി എന്നാണ് ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ തലശ്ശേരി നിന്നാണ് ഇവര് പോലീസിനെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുക. അപ്പൊ കലാപം കുറച്ചു ദിവസം നീണ്ടു നിൽക്കും. പോലീസ് വന്നിട്ട് അത് അടിച്ചമർത്തും. ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. അഞ്ച് തെങ്ങ് കോട്ട നിർമ്മിച്ചത് എപ്പോഴായിരുന്നു? അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിച്ചത് 1695. അഞ്ചുതെങ്ങ് കലാപം നടന്നതോ 1697. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ആറ്റിങ്ങൽ കലാപം എന്ന് ഉത്തരം വന്നത്? അത് സംഘടിതമായിരുന്നില്ല. ഇതെന്താണ്? സംഘടിതമാണ്. ഇത് സംഘടിതമാണ്. അപ്പോ ശ്രദ്ധിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ ഏതാ എഴുതി വെക്കേണ്ടത്? അഞ്ചുതെങ്ങ് കലാപം. വെരി ഗുഡ്. സംഘടിത കലാപം ചോദിച്ചാലോ? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഘടിത കലാപമാണ് അത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ഓക്കെ. അടുത്ത ശ്രീരംഗപട്ടണം ഉടമ്പടി മൂലം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏതാണെന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഏതാണ്? മലബാർ. ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792. വെരി ഗുഡ്. 1792. ആരൊക്കെ തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും. ടിപ്പുവിന്റെ കൈവശമാണ് ഇത് ഉണ്ടായിരുന്നത്. ഈ പ്രദേശം, മലബാർ എന്നുള്ള പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. ആദ്യം ഈ പ്രദേശം ശ്രദ്ധിച്ചു വെക്കുക, ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. പിന്നീട് മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റിയതാണ്. നോക്കുക, പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? ഓർമ്മയുണ്ടോ? അല്ല, വീട്ടി ഭട്ടതിരിപ്പാട് യാചനയാത്രയായിരുന്നു. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? പറയാ?
AKG. എ കെ ജി എങ്ങോട്ടാണ് നയിച്ചത്? മദ്രാസിലേക്ക്. മദ്രാസിലോട്ടാണ്. കാരണം മലബാർ പ്രദേശം ആരുടെ കീഴിലായിരുന്നു? മദ്രാസ് പ്രൊവിൻസിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ടാണ് അക്കാമാചെറിയാൻ രാജധാനി മാർച്ച് നടത്തിയത് കൊട്ടാരത്തിലേക്കാണ് അല്ലെ, കവടിയാറിലേക്കാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കാണ് അല്ലെ. അതിന് കാരണം അവരുടെ ആസ്ഥാനം അങ്ങോട്ടാണ്. സമരമൊക്കെ നടക്കുമ്പോ, ഇപ്പൊ കേരളത്തില് സമരം നടക്കുമ്പോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലല്ലേ നടക്കുക? തിരുവനന്തപുരത്ത്. ആ ഓക്കെ. പാലക്കാട് സമരം നടക്കുമ്പോ സിവിൽ സ്റ്റേഷന്റെ മുമ്പിലല്ലേ നടക്കുക പ്രധാനമായിട്ടും? ഓക്കെ, അപ്പൊ അതാണ് കാരണം. അപ്പൊ നോക്കുക, മലബാർ ആദ്യം ഏത് പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു? ബോംബെ പ്രസിഡൻസിയുടെ ബോംബെ പ്രസിഡൻസിയുടെ. പിന്നീട് അങ്ങോട്ട് മാറ്റി മദ്രാസ് മദ്രാസ് പ്രസിഡൻസി. ഓക്കെ, അടുത്തത് കുണ്ടറ വിളംബരം നടത്തിയ വർഷം, മാസം, ദിവസം നിർബന്ധമായും പഠിക്കണം. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. പറയാ 1809 ജനുവരി 11. ആരാണ് നടത്തിയത്? വേലുത്തമ്പി ദളവ. ശ്രദ്ധിക്കുക, ഇതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, അതായത് ശ്രദ്ധിച്ചു വെക്കുക. ഒരു റെസിഡന്റ് ഉണ്ടായിരുന്നു അവിടെ. റെസിഡന്റ് ആയിട്ട് ബ്രിട്ടീഷുകാരെ നിയമിച്ചാണ്. ദിവാനല്ല അദ്ദേഹം, ശരിക്കും റെസിഡന്റ് ആണ്. അദ്ദേഹത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കണ്ട, പകരം ആർക്ക് കൊടുത്താൽ മതി? തിരുവിതാംകൂർ മതി വേലുത്തമ്പി ദളവ പുറപ്പെടുവിക്കുകയാണ് കൊല്ലത്തെ കുണ്ടറയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ കുണ്ടറ ഏത് ജില്ലയാണെന്ന് ചോദിക്കും. എവിടെയാണ്? കൊല്ലം. വെങ്ങാനൂർ എവിടെയെന്നൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെങ്ങാനൂർ എവിടെയായിരുന്നു? തിരുവനന്തപുരം അല്ലെ. വെങ്ങാനൂർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. ഓക്കെ, അടുത്ത പഴശ്ശിരാജയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്കിലെ 2 പേര് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരുപാട് പേരുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ 2 പേരുകൾ ഏതൊക്കെയാണ്? കൊട്ടിയോട്ട് രാജ, പൈച്ചിരാജ. ഓക്കെ, അടുത്തത് ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രിലിംസ് എഴുതിയവര് ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. ഇത് പലരും തെറ്റിച്ചു കൊണ്ട് കാണിയിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ല സോറി ആൻസർ ഷീറ്റില്. ഒന്നാം പഴശ്ശി വിപ്ലവം ഏത് മുതൽ ഏത് വരെ ആയിരുന്നു? 1793-97. ഓക്കെ, രണ്ടാമത്തതോ? 1805. 1805 നവംബർ 30 സംഭവിച്ചത്? പഴശ്ശിരാജ മരണപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ വീരചരമം പ്രാപിക്കുകയാണ്. ഓക്കെ, അവര് മരിച്ച 2 സ്ഥലങ്ങൾ വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയൊക്കെ മരിച്ചത് നമ്മൾ ആ പേരിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2 നോട്ട് ചെയ്ത് വെക്കുക, അത്ര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത വന്ന വർഷം 61. ഏത് മുതൽ ഏത് വരെ? ബേപ്പൂർ ടു തിരൂര്. ഓക്കെ, ഇന്ത്യയിലാണ് ചോദിച്ചെങ്കിൽ ഏത് എഴുതിയനെ? ബോംബെ ടു താനെ. ഏത് വർഷം? 1853. വെരി ഗുഡ്, 1853. അടുത്തത് തിരുവിതാംകൂറിൽ പണ്ടാരം വക എന്നറിയപ്പെട്ടിരുന്നത് സർക്കാർ വക. തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മസ്വം, ദേവസ്വം, ധനം, പിന്നെ അതേപോലെ തന്നെ പണ്ടാരം വക. ഒന്നുകൂടെ പറയാ: ബ്രഹ്മസ്വം, ദേവസ്വം, ധനം, പണ്ടാരം വക. തിരുവിതാംകൂറിൽ എത്ര രീതിയില് വസ്തുവകകൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു? 4 രീതിയില്. ബ്രഹ്മസ്വം ഏതൊക്കെയാണ്? പണ്ടാരം വക. ഓക്കെ, അടുത്ത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടിരുന്നത് ഏതായിരുന്നു? പണ്ടാരപ്പാട്ട് വിളംബരം. ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് വർഷമാണ് അത് പുറപ്പെടുവിച്ചത്? പറയാ. 1865. ഓക്കെ, അടുത്ത സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കനോലി പ്ലോട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്ക് അല്ലെ.
ഓക്കെ, തേക്ക്. ഓക്കെ, ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേരെന്താണ്? സ്ഥാപിതമായ വർഷം ഏതാണ്? ഡറാസ് മെയിൽ ഡാറാസ് മെയില് എവിടെയാണ്? ആലപ്പുഴയിൽ. ഏത് വർഷമാണ്? 1859. 1859. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയായിരുന്നു? അതും ആലപ്പുഴയിലാണ്. അതും ആലപ്പുഴയിലാണ്. ഏത് വർഷമാണ്? 1847. തെറ്റിക്കരുത്. 1800 പറയാ. 47. 47 അല്ല, 57. 57. ഓക്കെ, 1857 കേരളത്തിൽ ആദ്യമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് വരുന്നത്. എന്താണ് അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുമ്പോ? തപാല് കൊണ്ടുപോകുന്ന ആള്, പോസ്റ്റ്മാൻ. തപാൽ കൊണ്ടുവന്ന ആള്. അയാൾക്ക് എന്തുകൊണ്ടാണ് അഞ്ചൽ എന്ന് പേര് കിട്ടിയത്? ആദ്യം പോസ്റ്റ് പറഞ്ഞിരുന്നത് അഞ്ചൽ സർവീസ് അങ്ങനെ. അതന്നെ, എന്തുകൊണ്ടാണ് അഞ്ചൽ എന്ന് പേര് വന്നത് എന്ന്? അത് അവര് അവ എന്നെ തേടി വന്ന്, അവ എന്നെ തേടി വന്ന് അഞ്ചലെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അതെ അതന്നെയാണ്. സൂര്യയുടെ. കേട്ടില്ല, നിങ്ങൾ കേട്ടില്ലേ? അവ എന്നെ തേടി വന്ന് അഞ്ചലെ കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. അതന്നെ, വരണായിരം. ഓക്കെ, അഞ്ചൽ എന്ന് പറയുമ്പോ ഏഞ്ചൽ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഏഞ്ചല്, മാലാക. ഓക്കെ, സന്ദേശം കൊണ്ടുവരുന്ന ആളെ പറയുന്ന പേരാണ് ഏഞ്ചല്. അതിനെ നമ്മൾ മലയാളി വൽക്കരിച്ചപ്പോ എന്തായി മാറി? അഞ്ചൽ എന്നാക്കിയിട്ട് മാറി. സന്ദേശവാഹകൻ. മാലാകമാര് സന്ദേശം കൊണ്ടുവരുന്ന ആൾക്കാരാണല്ലോ. ആമേൻ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോ മാലാകമാര് സന്ദേശം കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ആ പേര് കിട്ടിയത്. അഞ്ചലോട്ടക്കാരൻ ഒരു ലാറ്റിൻ വാക്കാണ്. അഞ്ചലോട്ടക്കാരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പോ സന്ദേശവാഹകൻ. എന്താണ്? എന്തായിരുന്നു അഞ്ചലോട്ടക്കാരൻ പറയുമ്പോ? സന്ദേശവാഹകൻ. ഓക്കെ, സന്ദേശവാഹകൻ. ശ്രദ്ധിക്കുക, സന്ദേശവാഹകൻ. ഓക്കെ, സന്ദേശവാഹകൻ. അപ്പൊ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു? എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കുക കേട്ടോ. ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കുക. എല്ലാവരും മൈക്ക് മ്യൂട്ട് ആക്കുക. ഓക്കെ, മൈക്ക് മ്യൂട്ട് ആക്കുക. ഓക്കെ, ഡാറാസ് മെയില് ആദ്യത്തെ കയർ ഫാക്ടറി. ഓക്കെ, അടുത്ത കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏത് ബാങ്കാണ്? നെടുങ്ങാടി ബാങ്ക്. ഓക്കെ, എപ്പോഴാണ് സ്ഥാപിതമായത്? 1899. കാലിക്കറ്റ്, കോഴിക്കോടാണ്. ആരാണ് സ്ഥാപിച്ചത്? അപ്പു നെടുങ്ങാടി. എന്താണ് അപ്പു നെടുങ്ങാടിയുടെ പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉണ്ടോ? എഴുത്തുകാരൻ, കുന്തലത നോവൽ എഴുതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ നോവല് കുന്തലത. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലോ? ഇന്ദുലേഖ ആരാ എഴുതിയത്? ഓ ചന്തുമേനോൻ. ഓക്കെ, അപ്പോ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് 1899 സ്ഥാപിതമായത് കോഴിക്കോടാണ്. കാലിക്കറ്റ് ആണ്. ആദ്യത്തെ ബാങ്കിന്റെ സ്ഥാപകൻ അപ്പു നെടുങ്ങാടി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നെടുങ്ങാടി ബാങ്ക്. അടുത്ത ചോദ്യം. ആദ്യമായിട്ട് മലയാളത്തില് അച്ചടിച്ച ആദ്യമായിട്ട് മലയാളം വാക്ക് വന്നത് എല്ലാവർക്കും അറിയാം. ഹോർത്തൂസ് മലബാറിക്കാസിലാണ്. ഓക്കെ, ആദ്യമായിട്ട് പൂർണ്ണമായി മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. ശ്രദ്ധിച്ചു വെക്ക. 1772 റോമില് വെച്ചിട്ട് അച്ചടിച്ചു. ഏത് വർഷമാണ്? 1772 റോമില് വെച്ച് അച്ചടിച്ചു. മലയാളം ലിപി മാത്രമാണ് ഉപയോഗിച്ചത്. പക്ഷെ ഇതിന്റെ പതിപ്പ് കേരളത്തിൽ എത്തിയത് എപ്പോഴായിരുന്നു? ഓക്കെ, എല്ലാരും മൈക്ക് ഓഫ് ആക്കുക കേട്ടോ. മൈക്ക് ഓഫ് ആക്കുക.
അനില മൈക്കൊന്ന് ഓഫാക്ക. അനില മൈക്കൊന്ന് ഓഫാക്ക. ഓക്കെ, ശ്രദ്ധിക്കുക. 1772 റോമിൽ വെച്ചിട്ടാണ് ഇത് അച്ചടിച്ചത്. 1772 റോമിൽ വെച്ചിട്ടാണ് അച്ചടിച്ചത്. പക്ഷെ ഇത് കേരളത്തിൽ എത്തിയത് എപ്പോഴാണ്? കേരളത്തിലേത് ഇതിന്റെ പതിപ്പ് കേരളത്തിലെത്തിയത്? അതിൽ എഴുതിയിട്ടല്ലോ, ഏത് വർഷം പറയാ? 1774. 1774. ഇത് ശ്രദ്ധിച്ചേക്കും അറിയേണ്ട സംക്ഷേപ വേദാർത്ഥം എന്നാണ് ശരിന്റെ പേര്. അതായത് ക്രിസ്തീയ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് അച്ചടിച്ച പുസ്തകമാണ്. ക്ലമന്റ് പിയാനിയസ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ക്ലമന്റ് പിയാനിയസ് ആണ് ഇത് കമ്പൈൽ ചെയ്തത്. ക്ലമന്റ് പിയാനിയസ് ആണ് ഇത് കമ്പൈൽ ചെയ്തത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1772 എവിടെ വെച്ചിട്ടാണ് അച്ചടിച്ചത്? റോമിൽ വെച്ചിട്ട്. എപ്പോഴാണ് ഇതിന്റെ പതിപ്പ് കേരളത്തിലെത്തിയത്? 1774. ഓക്കെ, അപ്പൊ സമ്പൂർണ്ണമായിട്ട് അച്ചടിച്ചു എന്നുള്ളതാണ്. ഇനി വെറുതെ ചോദിക്കുകയാണ്, മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ചത് ഏത് പുസ്തകത്തിലാണ് ചോദിച്ചത്? എന്താ എഴുതി വെക്കേണ്ടത്? ഹോർത്തൂസ് മലബാറിക്കാസ്. ഡച്ചുകാരനായ വാൻ റീഡ്. ശ്രദ്ധിക്കുക, ഡച്ചുകാരനായ വാൻ റീഡ് കമ്പൈൽ ചെയ്ത ഹോർത്തൂസ് മലബാറിക്കാസ്. ആംസ്റ്റർഡാമിൽ വെച്ച് പുറത്തിറങ്ങിയ ഹോർത്തൂസ് മലബാറിക്കാസ് എന്നുള്ളതിൽ അതിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാള വാക്ക് എന്തായിരുന്നു? തെങ്ങ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് അച്ചടി കൊണ്ടുവന്നത് ആരാണ്? അറിയോ നിങ്ങൾക്ക്? അച്ചടി കൊണ്ടുവന്നത് പോർച്ചുഗീസുകാര്. ആരാണ്? പോർച്ചുഗീസുകാര്. ഓക്കെ, നമുക്ക് താഴെ തന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി രൂപപ്പെടുത്തിയത് ബെഞ്ചമിൻ ബെയ്ൻ. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആദ്യമായി ചിട്ടപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. രണ്ടും എന്താണ്? രണ്ടും എന്താണ്? ശരിയാണ്. മലയാള ഭാഷയ്ക്ക് ഒരു സംഭാവന നൽകിയ ഹെർമൻ ഗുണ്ടർട്ട്. ഒരുപാട് സ്നേഹിച്ച വീണായ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, അതിൽ ആദ്യം മലയാളം അല്ലേ വന്നത്? മലയാളം ആദ്യം വന്നു എന്ന് പറഞ്ഞു വെച്ചാൽ ആരുടെ പേര് എഴുതി വയ്ക്കുക? ഹെർമൻ ഗുണ്ടർട്ടിന്റെ പേര് എഴുതി വയ്ക്കുക. ഇപ്പൊ രണ്ടുപേരും പഠിച്ചു വെക്കുക. മലയാളം ആദ്യം വരികയാണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടിന്റെ പേര് എഴുതി വയ്ക്കുക. മലയാളത്തെ അത്രമേൽ സ്നേഹിച്ച വ്യക്തിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. മലയാളം ഇതിന്റെ വ്യത്യാസം, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വാക്കുകൾ എഴുതിയിട്ട് അതിന്റെ മലയാളം തർജ്ജമ ഉണ്ടാവും. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു എന്ന് പറയുമ്പോൾ മലയാളം ഈ ഓർഡറിൽ വാക്കുകൾ എഴുതിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ഉണ്ടാവും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇംഗ്ലീഷ് വാക്കുകളെ മലയാളത്തിലേക്ക് മാറ്റുന്നതാണ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. മലയാളം വാക്കുകളെ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതാണ് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായി രൂപപ്പെടുത്തിയത് ബെഞ്ചമിൻ ബെയ്ലി. വെരി ഗുഡ്. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെങ്കിലോ ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ശരിയായ പ്രസ്താവന. രാജ്യസമാചാരം, എന്നീ പത്രങ്ങൾ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചു. എവിടെ നിന്നാണ് ആരംഭിച്ചത്? ക്ലാസ്സിലുണ്ടാവുമല്ലോ, തലശ്ശേരി. തലശ്ശേരി. വെരി ഗുഡ്, വെരി ഗുഡ്. തലശ്ശേരി. ഇനി ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. LMSന്റെ. ശരിയോ തെറ്റോ? LMSന്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? തിരുവിതാംകൂർ. CMSന്റെയോ? തിരുവിതാംകൂറും കൊച്ചിയും. ശ്രദ്ധിക്കുക, LMS തിരുവിതാംകൂർ, CMS ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറും കൊച്ചിയും. BMO നമ്മളവിടെ ഉള്ളത് മലബാർ. BM സ്കൂളിനെയാണ് നമ്മൾ മിഷൻ സ്കൂൾ എന്ന് പറയുക. ഓക്കെ, അടുത്തത് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്?
ഗൗരി ലക്ഷ്മി ഗൗരി പാർവതി ബായ്. ഗൗരി പാർവതി ബായ് തെറ്റിക്കരുത്. ഗൗരി പാർവതി ബായ് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 1817. 1817. ഓക്കെ, അടുത്ത സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചതാര്? ആരാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? അയ്യങ്കാളി. ഏത് വർഷമാണ്? 1907. നിർബന്ധമായും പഠിച്ചു വെക്കണം. 1907 അയ്യൻകാളി സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. അടുത്തത് PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്? കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ ഏത് വർഷം സ്ഥാപിച്ചത്? 1909. 1909. ശ്രദ്ധിച്ചു വെക്കുക. മതപ്രസ്ഥാനത്തിലെ അനുയായികളും വിശ്വാസികളും ഗുരുദേവനെ ദൈവമായി വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ പിന്തള്ളപ്പെട്ടു പോവുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യപ്പെട്ട മുഴുവൻ കറുത്ത സമൂഹത്തെയും PRDS ഉൾക്കൊള്ളുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഇതിന്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. ഏതായിരുന്നു ഇതിന്റെ മുഖപത്രം? ആദിയാർ ദീപം. PRDS സ്ഥാപിച്ചത് 1909. പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. ഇതിന്റെ മുഖപത്രം ആദിയാർ ദീപം. ആദിയാർ ദീപം നിർബന്ധമായും പഠിക്കണം. ഇത് നമ്മൾ തന്ന മെറ്റീരിയലിൽ ഉണ്ടായിരുന്നില്ല. ആദിയാർ ദീപം എന്നുള്ള വാക്ക് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ ആ പത്രത്തിന്റെ പേര് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കാര്യം മാത്രം അതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്തത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചാന്നാർ ലഹള അവസാനിച്ചത് 1860. ശരിയോ തെറ്റോ? തെറ്റ്. ഏത് വർഷമാണ്? 1859. അരിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. ശരിയോ തെറ്റോ? 88 എപ്പോഴായിരുന്നു? 1888 നടത്തിയത്. അപ്പൊ രണ്ടും എന്താണ്? തെറ്റാണ്. ഓക്കെ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ നടന്ന വർഷങ്ങൾ യഥാക്രമം എഴുതുക. നേതാക്കളുടെ പേര് എഴുതുക. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം 1924. നേതാവിന്റെ പേര്? മാധവൻ. ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം വർഷം 1931. നേതാവിന്റെ പേര്? വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്നുകൂടെ പറയാ. 1924 വൈക്കം സത്യാഗ്രഹം. നേതാവിന്റെ പേര് TK മാധവൻ. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. നേതാവിന്റെ പേര് കേളപ്പൻ. അടുത്ത കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഷുവർ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. ഏതായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ആരാണ് പറയുന്നത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ആരായിരുന്നു? സ്വാതി തിരുനാൾ. രണ്ടും നിർബന്ധമായും പഠിക്കണം. എക്സാമിന് മാറി മാറി ചോദിക്കും. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാര്? അതേപോലെ തന്നെ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയതാര്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസം? 1936. ഒന്നുകൂടെ പറയാം. 1936 നവംബർ 12. 1936 നവംബർ 12. ഒരു എക്സാമിന് ഇത് ചോദിച്ചിട്ട് ഓപ്ഷനിൽ നവംബർ 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ആകെ നമുക്ക് അറിയണ ക്വസ്റ്റ്യൻസ് കുറച്ചേ വരുള്ളൂ. അതും അവർ ഓപ്ഷൻ എന്ത് ചെയ്തു? തെറ്റിച്ചു തന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, 1936 നവംബർ 12 ഇരിക്കണം. മാത്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് 3-4 തവണ ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. അതിലെ ഓപ്ഷൻ അവർ തന്നത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി എന്തായിരിക്കും? തെറ്റായിരിക്കും. ഓക്കെ, രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായാലും. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളന വേദി ഏതായിരുന്നു? അധ്യക്ഷൻ ആരായിരുന്നു? പാലക്കാട് ആനി ബസന്റ്. നമ്മള് ഒറ്റപ്പാലത്ത് ഒരു സമ്മേളനം നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഏത് വർഷമായിരുന്നു? ഒറ്റപ്പാലത്ത്
1921. അത് ശ്രദ്ധിച്ചു വെക്കുക. അത് അഖില കേരള സമ്മേളനമാണ്. അതായത് 1920 നാഗ്പൂർ സമ്മേളനത്തില്, ശ്രദ്ധിച്ചു വെക്കുക, 1920 നാഗ്പൂർ സമ്മേളനത്തില് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഭാഷാടിസ്ഥാനത്തില് സമ്മേളനം കൂടിയാൽ മതി. അതായത് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അങ്ങനെയൊന്നും വ്യത്യാസം വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അങ്ങനെ 21 കേരളത്തിലെ എല്ലാവരും, മലയാളം സംസാരിക്കുന്ന എല്ലാവരും ഒറ്റപ്പാലത്ത് ഒത്തുകൂടുകയാണ്. അങ്ങനെ ഒറ്റപ്പാലത്ത് വെച്ച് സമ്മേളനം നടക്കുകയാണ്. ആ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരാണ്? ടി പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ടി പ്രകാശം. അടുത്തത് 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റു 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. അടുത്തത് ഗാന്ധിയും അരാജകത്വവും എന്ന പുസ്തകം രചിച്ചതാര്? സർ സി ശങ്കരൻ നായർ. ഗാന്ധിജിക്ക് എതിരെ എഴുതിയ ഒരു പുസ്തകമാണ്. സർ സി ശങ്കരൻ നായർ ഗാന്ധിജിക്ക് എതിരെ എഴുതിയ ഒരു പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധി ആൻഡ് അനാർക്കി. സർ സി ശങ്കരൻ നായർ എന്ത് സംഭവത്തെ തുടർന്നാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്? ജാലിയൻ വാലാബാഗ്. വെരി ഗുഡ്. ഓക്കെ. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനായി മാറിയത്? അമരാവതി സമ്മേളനം 1897. ഓക്കെ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം? ഓപ്ഷൻ സി നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ബി 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ ഡി പി വത്സല. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭാ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി 15. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ ബി. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ കെ കസ്തൂരി രംഗൻ. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ സി പി ജയചന്ദ്രൻ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത്? ഓപ്ഷൻ ബി നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ലൂണി. റിഗ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി? ഓപ്ഷൻ ഡി പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയ. ലോക ഓസോൺ ദിനം? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം? ഓപ്ഷൻ സി സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമേത്? ഓപ്ഷൻ എ ഖാരിഫ് ആണ്. ഓപ്ഷൻ എ ഖാരിഫ് എന്നാണ്. ഓപ്ഷൻ എ ഖാരിഫ്. അടുത്തത് ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത? ബ്രഹ്മപുത്ര നദിയിൽ സാധിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. 1946 ഡിസംബർ 9-നാണ്. അടുത്ത ചോദ്യം ഒരു പ്രസ്താവന രീതിയിലുള്ളതായിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയായ പ്രസ്താവനകളായിരുന്നു.
ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3 എന്നിവ ശരിയാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 42ാം ഭേദഗതി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആരയാൽ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്? ഓപ്ഷൻ ബി അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി എന്നുള്ള ചോദ്യം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ വരുന്നതാണ്. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഓപ്ഷൻ സി അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം? ഓപ്ഷൻ എ തൃശൂർ. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം? ഓപ്ഷൻ എ അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല? ഓപ്ഷൻ സി മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം? ഓപ്ഷൻ എ പയ്യന്നൂർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ്? മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു? ഓപ്ഷൻ സി ചാന്നാർ ലഹള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഇതിന് ഉത്തരം ഓപ്ഷനിൽ ഇല്ല, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. 40ാമത്തെ ചോദ്യം, 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്? ഓപ്ഷൻ ഡി രാമൻ നമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബാനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ചിന്നാർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ ഡി ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. 53ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ ഡി മോഹൻ സിംഗ് ആണ്. തേബാഗ സമരം നടന്നത് എവിടെയാണ്? തേബാഗ സമരം? ഓപ്ഷൻ ഡി ബംഗാളിലാണ്, ബംഗാൾ. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? സമ്പാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഓപ്ഷൻ ബി കരൾ.
രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തുപേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തുപേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനി. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഓപ്ഷൻ സി അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി കാസർഗോഡ്. ഭക്ഷ്യ ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ഓപ്ഷൻ സി സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. 73ാമത്തെ ചോദ്യം, അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് ഓപ്ഷൻ എ 60 ഡിഗ്രി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ് ഓപ്ഷൻ സി യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് എന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻ ഡി LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവാണ് ഓപ്ഷൻ ബി ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏതെന്നതായിരുന്നു ചോദ്യം. ഓപ്ഷൻ എ ഊഞ്ഞാലിന്റെ ചലനം. ഇന്ത്യൻ ഋതുക്കളെ പൊതുവെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതെല്ലാം? പറയാ. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, വടക്കുകിഴക്കൻ മൺസൂൺ. ഓക്കെ. വേനൽക്കാലം, ശൈത്യകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം, അല്ലെങ്കിൽ അത് വടക്കിഴക്കൻ മൺസൂൺ എന്നും പറയാം. അപ്പൊ 4 കാലങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇന്ത്യൻ കാലാവസ്ഥ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത്, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? പറയാ. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങള്: സമുദ്ര സാമീപ്യം, ഭൂപ്രകൃതി, അക്ഷാംശീയ സ്ഥാനം, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം. ഓക്കെ. അപ്പൊ ഓപ്ഷനില് രേഖാംശ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഉണ്ടാവും. ശരിയോ തെറ്റോ? തെറ്റ്. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് അക്ഷാംശീയ സ്ഥാനമാണ്. എന്തല്ല? രേഖാംശീയ സ്ഥാനമല്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അക്ഷാംശീയ സ്ഥാനവും തരും, രേഖാംശീയ സ്ഥാനവും തരും. ഓക്കെ. നമ്മൾ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? അക്ഷാംശീയ സ്ഥാനം. ഓക്കെ. ഏതാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? അക്ഷാംശീയ സ്ഥാനം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ഒരിക്കലും രേഖാംശീയ സ്ഥാനം മാർക്ക് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കാൽബൈശാഖി? എല്ലാവർക്കും അറിയാലോ. എന്താണ് കാൽബൈശാഖി? പറയാ. ഇടിയോടുകൂടിയ കാറ്റ്. ഓക്കെ. തെറ്റിക്കരുത്. കാൽബൈശാഖി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പശ്ചിമ ബംഗാളിൽ ഉണ്ടാവുന്ന ഇടിയോട് കൂടിയ മഴ. ഇടിയോട് കൂടിയ കാറ്റാണോ മഴയാണോ? പറയാ. അതെന്താണ്? മഴയാണോ കാറ്റാണോ പേമാരി പറയുമ്പോ? മഴയല്ല സാർ, മഴയാണ് അല്ലെ? കാറ്റ് എന്ന ഓപ്ഷനിൽ ഉണ്ടാവും. കാറ്റ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? കാറ്റ് മാർക്ക് ചെയ്യാം, വേറെ ഒന്നും ഇല്ലെങ്കിലും. കാറ്റും മഴയും ഓപ്ഷനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഏത് മാർക്ക് ചെയ്യണം? പറയാ. മഴ എന്നുള്ള നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യണം. മഴ, കാറ്റ് എന്നൊക്കെ അതിൽ ഓപ്ഷനിൽ ഉണ്ടാവും. ശ്രദ്ധിക്കുക. പശ്ചിമ ബംഗാളിൽ ഉണ്ടാവുന്ന ഇടിയോട് കൂടിയ മഴയാണ് കാൽ ബൈശാഖി. ഇതിനെ അസം ഏരിയയിൽ എന്താ പറയാ? അറിയോ ആർക്കെങ്കിലും?
അസം ബർദോളി ഏരിയയിലെ ചിർഹ. വെരി ഗുഡ്. ബർദോളി ബർദോളി ചീർഹ എന്ന് പറയും. ഒന്നുകൂടെ പറയാ, ശ്രദ്ധിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബർദോളി ചീർഹ, ബർദോളി ചീർഹ എന്ന് പറയും. അതായത് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ബർദോളി ചീർഹ, ബർദോളി ചീർഹ. ഇപ്പൊ കാൽബൈശാഖിയെ അസാം ഏരിയയിൽ പറയുന്ന പേരെന്തായിരുന്നു? ബർദോളി ചിർഹ. ബർദോളി ചീർഹ, ബർദോളി ചീർഹ. ഓക്കെ, എന്തായിരുന്നു ശരണ്യ? ബർദോളി ചിർഹ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നോക്ക അടുത്തത് എന്താണ് ലൂ? ഇത് നേരെ തിരിച്ചാണ് ചോദിക്കുക. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതെന്ന് ചോദിക്കും. അപ്പൊ എന്ത് മാർക്ക് ചെയ്യണം? ലൂ എന്നുള്ളത് മാർക്ക് ചെയ്യണം. അപ്പൊ ലൂ ഒരു കാറ്റാണ്. കാൽബൈശാഖി എന്തായിരുന്നു? മഴയായിരുന്നു. അതാണ് വ്യത്യാസം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലൂ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ലൂ. വരണ്ടത് എന്ന് പറയുമ്പോൾ ഈർപ്പരഹിതമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ആ ഉത്തരത്തില് നാലാമത്തെ ഉത്തരം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും, കാണണ്ടാവും സ്ക്രീനില്. ഉത്തര മഹാസമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ. ഈ ഈർപ്പരഹിതം എന്ന് പറഞ്ഞാണ് വരണ്ട കാറ്റ്. ഓക്കെ, വരണ്ട കാറ്റ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഒക്ടോബർ ചൂട്? ഒക്ടോബർ മാസത്തിൽ അനുഭവപ്പെടുന്ന ചൂട്. നമുക്കൊന്നും അത് അധികം അനുഭവപ്പെടില്ല, നോർത്ത് ഇന്ത്യയിൽ വളരെ കൂടുതലായിരിക്കും. എന്താണ് ഒക്ടോബർ ചൂട്? ഉയർന്ന താപനില. എന്താ കാരണം? മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഇടവേള ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ദുസ്സഹമായ ചൂട് അനുഭവപ്പെടുന്നു. അതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. മഴക്കാലം കഴിഞ്ഞിട്ട് ശൈത്യകാലം തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ദുസ്സഹമായ ചൂട് അനുഭവപ്പെടും. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഒക്ടോബർ ഹീറ്റ്. അപ്പൊ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ദുസ്സഹമായ ചൂടാണ് ഒക്ടോബർ ഹീറ്റ്. ഓക്കെ, അടുത്തത് ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസിന് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്, മെയിൻസിനാണ് ഈ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. നെല്ല്, ചോളം, ഗോതമ്പ്, പരുത്തി. പറ്റിയാനെ കണ്ടെത്തുക. ഗോതമ്പ്. എന്താ കാരണം? ഗോതമ്പ് റാബി വിളയാണ്. ബാക്കിയെല്ലാം വിളകൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3. ഏതൊക്കെയാണ്? ഖാരിഫ്, റാബി, സെയ്ദ്. വെരി ഗുഡ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഈ മൺസൂൺ കാലത്തൊക്കെ ആണെങ്കിൽ അതിനെ ഖാരിഫ് എന്ന് പറയും. തണുത്ത സമയത്താണെങ്കിൽ അതിനെ റാബി എന്ന് പറയും. ഗോതമ്പ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ ഖാരിഫ് വിളയ്ക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഏതായിരുന്നു? നെല്ല്. അപ്പൊ ഖാരിഫ് നെല്ല്, റാബി ഗോതമ്പ്, സൈദ് എന്ന് പറയുമ്പോ പഴങ്ങളും പച്ചക്കറികളും. പഴങ്ങളും പച്ചക്കറികളും ചൂടുള്ള സമയത്ത്. അപ്പൊ ചിലപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, എന്താണ് ഖാരിഫ്, റാബി, സെയ്ദ്? എന്താണ് ഖാരിഫ്, റാബി, സെയ്ദ്? വിളകള്. ഇന്ത്യയില് കാർഷിക വിളകളെ തരംതിരിച്ചിരിക്കുന്ന ആ ക്രമമാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഓക്കെ, ഖാരിഫ്, റാബി, സെയ്ദ്. ഇപ്പോ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഖാരിഫ് വിള ഏതാണ്. അത് ആ ടേബിളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയില്, എന്നിട്ട് അത് അതേപോലെ പഠിക്കുക. അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്, താപനില, മഴ എന്നിവ എത്രയാണ് പറയാ? 24 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിൽ 150 സെന്റിമീറ്റർ എക്കൽ മണ്ണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോണം, എക്കൽ മണ്ണായിരിക്കണം. മഴ 150 സെന്റിമീറ്ററിൽ കൂടുതൽ കിട്ടണം. ഇത്രയും താപനിലയും ഇത്രയും മഴയും കിട്ടണം. മണ്ണ് എക്കൽ മണ്ണാണ്, അഭികാമ്യമായിട്ടുള്ള മണ്ണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക വിള ഏതാന്ന് ചോദിക്കും. ഏതാണ്? ഗോതമ്പാണോ നെല്ലാണോ? കൃഷി. വെരി ഗുഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത് എന്ന്, എവിടെ? കൊൽക്കത്തയിലെ വെരി ഗുഡ്. 1818 ഫോർട്ട് ഗ്ലാസ്റ്റർ, കൊൽക്കത്ത. ഇതൊരു എക്സാമിന് ചോദിച്ചതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ അതേ സ്റ്റേറ്റ്മെന്റ് ആണ്.
അടുത്തത് ഇതും ചോദിച്ചതാണ്. ഏത് നഗരമാണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്? മുംബൈ. പറയാ മുംബൈ. മുംബൈ. ഓക്കെ, അടുത്തത് അറബിക്ക എന്തിന്റെ ഇനമാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അറബിക്ക എന്തിന്റെ ഇനമാണ്? പറയൂ. കാപ്പിയുടെ അല്ലെ? കാപ്പിയുടെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്, ഇത് ചോദിച്ചതാണ്. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? എന്ത് മണ്ണാണ്? കറുത്ത മണ്ണിനെ പറയുന്ന മറ്റൊരു പേര് റിഗർ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത സുവർണ നാര് എന്നറിയപ്പെടുന്നത് എന്താണ്? ചണം. ചണം. വെരി ഗുഡ്. ചണം. ചണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചണം. അപ്പൊ തെറ്റിക്കരുത്. ഓക്കെ, യൂണിവേഴ്സൽ ഫൈബർ ഏതായിരുന്നു? ഗോൾഡൻ ഫൈബർ അല്ലെങ്കിൽ സുവർണ നാര് ഏതായിരുന്നു? ഓക്കെ, അടുത്ത് എന്തുകൊണ്ടാണ് കേരളത്തിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും റബ്ബർ കൃഷി അധികം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും റബ്ബർ അധികം കൃഷി ചെയ്യണത്? പറയാ. ലാറ്ററൈറ്റ് സോയിൽ അല്ലേ സർ ഇന്ത്യയിലും കേരളത്തിലും? വെരി ഗുഡ്. ഓക്കെ, നോക്ക, റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും അധികമായി കണ്ടുവരുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ചരിവും അങ്ങനെയുള്ള സംഭവങ്ങളും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ മണ്ണിന്റെ കാര്യം നമ്മൾ അവിടെ എഴുതി വെക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്കെ. ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ്? ഏറ്റവും ഫലഭൂയിഷ്ടം എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. ജൈവാംശം കൂടുതൽ ഏതാന്ന് ചോദിച്ചാൽ ഏതെഴുതാൻ പറ്റുള്ളൂ? മയൂർഭഞ്ച് എന്തിന് പ്രസിദ്ധമാണ്? ഇരുമ്പയിര് ഖനനം. എവിടെയാണ് മയൂർഭഞ്ച്? വെരി ഗുഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാല? ഓക്കെ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ഓക്കെ, അടുത്തത് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ സ്ഥാപിച്ചു? ഓക്കെ, വെരി ഗുഡ്. സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയന്റെ. ഓക്കെ, എവിടെയാണ് ഭിലായ്? ഛത്തീസ്ഗഡ് അല്ലെ? ഛത്തീസ്ഗഡ്. വേറെ ഏതൊക്കെ? വേറെ രണ്ടെണ്ണം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം കൂടി. വേറെ ഏതാണ് ഭിലായ് അല്ലാതെ പറഞ്ഞത്? റൂർക്കേല അല്ലെ? റൂർക്കേല എവിടെയാണ്? ഒഡീഷ. ആരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ? ജർമ്മനി. വെസ്റ്റ് ജർമ്മനി കേട്ടോ. പശ്ചിമ ജർമ്മനി. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് വേറെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദുർഗാപൂർ. ആരുടെ സഹായത്തോട്? ദുർഗാപൂർ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളാണ്. ആരുടെ സഹായത്തോടു കൂടിയാണ്? ആരുടെയാണ്? ബ്രിട്ടന്റെ. ഓക്കെ, ബ്രിട്ടന്റെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ്. ഓക്കെ, അടുത്തത് ഇത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാരിയ എവിടെയെന്ന് വേണമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ജാരിയ എന്തിനു ഫേമസ് ആണെന്ന് ചോദിക്കുക. ജാർഖണ്ഡിലെ ജാരിയ എന്തിനു പ്രസിദ്ധമാണ്? പറയാ. കൽക്കരിപ്പാടമാണ് അല്ലെ? കൽക്കരിപ്പാടമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ജാരിയ. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തെടുത്തത് എവിടെയാണ്? ഡിഗ് ബോയ്. എവിടെയാണ് ഡിഗ് ബോയ്? എവിടെയാണ് ഡിഗ് ബോയ്? അസം. 18ാമത്തെ ചോദ്യം. ഡിഗ് ബോയ് അസം. നോക്ക, ഇപ്പൊ ഡിഗ് ബോയ് അസം. ബോംബെ ഹൈ
ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഖനനം പെട്രോളിയം ഖനനം നടക്കുന്ന സ്ഥലമാണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യയില് പെട്രോളിയം ഖനനം ചെയ്തെടുത്ത ഡിഗ്ബോയ് ആണ്. അപ്പൊ ഡിഗ്ബോയ് എന്തിനു ഫേമസ് ആണ്? പെട്രോളിയം ഖനനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, കൈഗ ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൈഗയും കക്രപ്പാറയും സ്ഥിരം ചോദിക്കും. കൈഗ എവിടെയാണ്? കർണാടക കാളി നദിക്ക് സമീപം. വെരി ഗുഡ്. കക്രപ്പാറയോ? ഗുജറാത്ത്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ടും എഴുതണേ. ഓക്കെ, കൈഗ എവിടെയാണ്? കൈഗ എവിടെയാണ്? കർണാടക. കക്രപ്പാറ എവിടെയാണ്? ഗുജറാത്ത്. ഓക്കെ, അടുത്ത ചോദ്യം. NW1 NW2 അതായത് നാഷണൽ വാട്ടർവേ 1, നാഷണൽ വാട്ടർവേ 2 എന്നിവ യഥാക്രമം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? പറയാ. NW1 എവിടെയാണ്? ഗംഗ. NW2 നാഷണൽ വാട്ടർവേ ആണ്. NW3 ആണ് ഏതിലൂടെ കടന്നു പോകുന്നത്? കേരളത്തിലൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേരളത്തിലൂടെ കടന്നു പോകുന്നത്. ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ഏതായിരുന്നു? NH44. വെരി ഗുഡ്. NH44 ഏറ്റവും വലിയ നാഷണൽ ഹൈവേ NH44. ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്? ലക്നൗ.